അംഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ അഹ്ലിനെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും കാത്തുകൊള്ളണം. പക്ഷേ എൻ്റെ ഫാമിലിയെ ഞാൻ നിരന്തരം അഡ്വൈസ് ചെയ്തിട്ടും നന്നാകുന്നില്ല എങ്കിൽ അവസാനം നീ ആരെ കാക്കണം? നീ നിന്നെ കാക്കണം അല്ലേ? പ്രവാചക ചരിത്രങ്ങൾ അല്ലേ? ഒന്നിച്ച് ജീവിച്ച, ഒന്നിച്ച് ദാമ്പത്യം പങ്കിട്ട മക്കളുണ്ടായ പ്രവാചകന്മാരുടെ ഭാര്യ ശരിയായില്ല, മക്കള് ശരിയായില്ല, ചരിത്രങ്ങളുണ്ടല്ലോ. എന്നിട്ട് പ്രവാചകനെ സംരക്ഷിക്കുന്ന, നരകത്തിൽ നിന്ന് കാക്കുന്ന പണി നിർത്തിപ്പോയോ? ഇല്ല. സത്യത്തിന്റെ, നന്മയുടെ, നീതിയുടെ ആ വെളിച്ചത്തെ കെടുത്താൻ ലോകമുണ്ടായത് മുതൽക്ക് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സൂറത്ത് സൊഫിലെ ഞാൻ ഓതി വെച്ച ആയത്തിൽ. നമുക്ക് നല്ല കേട്ടുപരിചയമുള്ള ആയത്താണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിൻ്റെ വെളിച്ചത്തെ, പ്രകാശത്തെ കെടുത്താൻ അവരുദ്ദേശിക്കുന്നു. വായ കൊണ്ട് ബി അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് ഇതിനെ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതിനോടാണ് കളി? അതായത് ലോകത്തിന്റെ പ്രകാശത്തെ കെടുത്താൻ നാമാകുന്ന മനുഷ്യന്മാരുടെ വായകളെ കൊണ്ട് പറ്റുമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പറ്റുമെന്ന്, അങ്ങനെയുള്ള ഒരു വിഡിത്തം, അങ്ങനെയുള്ള ഒരു ചിന്ത, അബദ്ധ ചിന്ത മനുഷ്യർക്ക് ഏത് കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ട്രൈ ചെയ്യുന്നത് ഈ സത്യം ഇങ്ങനെ ജ്വലിച്ചു നിന്നാൽ, ഏകദൈവ വിശ്വാസം ഇങ്ങനെ ജ്വലിച്ചു നിന്നാൽ അത് നമുക്ക് വലിയ പണിയാണ്. അപ്പോൾ പിശാചിന് ഇതിനെതിരെയുള്ള പ്രവർത്തനം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ആൾക്കാർ സത്യവും ധർമ്മവും നീതിയൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥത കൊണ്ട് അവർ ഏത് സമയവും ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ വെളിച്ചം, പ്രകാശം കെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആരോടാണ് കളി? അത് നമ്മളാകുന്ന ചില സംഘടനകളോ നമ്മളാകുന്ന ചില വ്യക്തികളുടേതാണോ ഈ പ്രകാശം? നമ്മളത് അള്ളാഹു നാം അറിയാതെ ഈ നിയോഗത്തിൽ എത്തിച്ചേർന്നു എന്ന് മാത്രം. ഇതിൻ്റെ വെളിച്ചം ലോകത്ത് പ്രസരിപ്പിക്കാൻ അള്ളാഹു ചില ആൾക്കാരെയും ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ പോകുന്നു എന്ന് മാത്രം. നമ്മൾ അതിൻ്റെ ഒന്നുമല്ല. അതുകൊണ്ട് വല്ലാഹു മുത്തിമുനൂരി, അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കും. ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാലും, പ്രചരണം ഉണ്ടായാലും, കൂട്ടമായിട്ട് ശ്രമിച്ചാലും ലോകത്തിൻ്റെ സൃഷ്ടാവ് ആ പ്രകാശം പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കും. ഇത് ഇവിടെ വേണം, ഇവിടെ നിലനിന്നേ പറ്റൂ. ഈ പ്രപഞ്ചത്തിന് സത്യത്തിന്റെ, നീതിയുടെ ശരിക്കുള്ള ഒരു തുലാസ് പടച്ചവൻ സ്ഥാപിച്ചതാണ്. വലൗകരിഹൽ കാഫിറൂൻ, അത് അവിശ്വസിച്ചവർക്ക് വെറുപ്പുണ്ടാക്കിയാലും പ്രശ്നമേ അല്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് അത് വെറുപ്പുണ്ടാക്കിയാലും പ്രശ്നമേ അല്ല. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഇവിടെ ഖുർആൻ സൂറത്ത് സുഹ്റുഫില് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ധവിശ്വാസത്തില് പൂണ്ടുപോയ പിതാക്കളെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുക, അതിൻ്റെ ഫോളോവേഴ്സാണ് ഞങ്ങൾ എന്ന് പറയുന്ന അവിശ്വാസികളോട് നീ എത്ര നല്ല സത്യം കൊണ്ടുവന്നാലും നമ്മുടെ ഉപ്പാപ്പമാര് ഇങ്ങനെയല്ലായിരുന്നു, നമ്മൾ അങ്ങനെയല്ല കണ്ട് ശീലിച്ചത്. ഇതിപ്പോൾ എന്താണ് ഒരു പുതിയ മതം, ഇതെന്താണ് ഒരു പുതിയ വിശ്വാസം, അതുകൊണ്ട് നമ്മൾ അതേ ഫോളോ ചെയ്യുള്ളൂ. നീ എത്ര തന്നെ സത്യമാണ്, ഇതിലേക്ക് വരണം, പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ആരാധന കൊണ്ട് ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിട്ട് ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മക്ബറയിൽ പോയി സഹായം തേടുമ്പോൾ ഒരു സുഖമുണ്ട്. അത് നീ അത് വേണ്ടാന്ന് പറഞ്ഞാലും നമുക്കതാണ് ശരി. അപ്പോൾ ഖുർആൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നതാണ്, അത്ഭുതപ്പെട്ടു പോകും അത്. അതായത് എന്നാൽ നിങ്ങളുടെ ഉപ്പാപ്പമാരും പണ്ടേയുള്ള ആൾക്കാരൊക്കെ ചെയ്തതേ നിങ്ങൾ ഫോളോ ചെയ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ അവർ പറഞ്ഞതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്ക് വന്നതെങ്കിലോ, ഞാൻ കൊണ്ടുവന്നതെങ്കിലോ? നിങ്ങൾ ജീവിച്ച് ശീലിച്ച ആചാരങ്ങളും ആ വിശ്വാസത്തിനേക്കാളും അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയത്, അതിനേക്കാളും കുറച്ചുകൂടി നല്ല ഹിദായത്തുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെങ്കിലോ, ഞാൻ കൊണ്ടുവന്നതെങ്കിലോ? അപ്പൊ ബെറ്റർ ആയതിനെയല്ലേ സ്വീകരിക്കേണ്ടത്? അപ്പൊ അവരുടെ ഒരു മറുപടി ഉണ്ട്. അതായത് നിങ്ങൾ കൊണ്ടുവന്നത് അത്രമാത്രം ബെറ്റർ ആണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ അവിശ്വസിക്കും. നോക്കണം, ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ലോകാവസാനം വരേക്ക് ഈ നന്നാക്കുന്ന പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കണം. ഇന്ന് നമ്മളാണെങ്കിൽ നാളെ വേറെ ആൾക്കാര്,
ഇനി ലോകത്തിന്റെ മൊത്തം ദൈവത്തിന്റെ പരിപാടി ഏറ്റെടുക്കാൻ നമ്മളല്ല, ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. വിവിധങ്ങളായ ഏകദൈവ വിശ്വാസം, ധാർമ്മിക ചിന്ത ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കൂട്ടങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അക്കൂട്ടത്തിൽ നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പിന്നെ നമുക്ക് തന്നെ നമ്മൾ ഈ അധാർമികതയെ, തെറ്റിനെ, ഇതിനൊക്കെ കെട്ടിയിടേണ്ട ചങ്ങലകളാണല്ലോ മതസംഘടനകളും ആണ്. പക്ഷേ പണ്ടത്തെ പോലെ അത്രയും ആ തെറ്റിനെ കെട്ടിയിടുന്ന ചങ്ങലകൾ തന്നെ നാം ആയി മാറുന്നുണ്ടോ? അക്കാര്യത്തിൽ ഈ തെറ്റിന് നേരെ അതൊക്കെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ഫത്വ കൊടുക്കുന്ന നിലയിലേക്ക് നമ്മൾ ഓരോരുത്തരുമായി മാറുന്നുണ്ടോ? ഇക്കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഉപദേശിക്കുന്നിടത്ത് തന്നെ നമ്മുടെ വർഷങ്ങളായിട്ട് കുട്ടികളെ അഡ്വൈസ് ചെയ്യുന്നിടത്ത് തന്നെ എന്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോരുത്തരെയും ഒരു വ്യക്തിയായിട്ട് കാണണം, അവരെ റെസ്പെക്ട് ചെയ്യണം, എല്ലാവരും പരസ്പരം റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ശരിയാണ്. പക്ഷേ ഈ റെസ്പെക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് മറ്റുള്ളവർ ഒരു 10-15 വർഷം മുന്നേ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തിരുത്തിയതുപോലെ ഇന്ന് തിരുത്താൻ നമുക്ക് ഭയമാണ്. നാം എന്തിനെയോ ഭയക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ മതസംഘടനകൾക്ക് തന്നെ അവരുടെ മുഖവും രീതിയും ശൈലിയൊക്കെ മാറ്റിയിട്ട് ആ രീതിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മളാകുന്ന തെറ്റിനെ കെട്ടുന്ന ചങ്ങലക്ക് തന്നെ, ചങ്ങല നമ്മൾ അയാളെ പിടിച്ച് ആ ചങ്ങലക്ക് തളക്കുമെന്ന് പറയുന്നത് പോലെ തെറ്റിനെ പിടിച്ച് കെട്ടേണ്ട ചങ്ങലകൾക്ക് തന്നെ ഭ്രാന്ത് ബാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മള് ഈ രൂപത്തിൽ നമ്മൾ പറയാ കുറുന്തോട്ടിക്കന്നെ വാദം എന്ന് പറയുന്നത് പോലെ ഇത് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കല്ല, ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് ഓരോരുത്തർക്കും നമുക്ക് സ്വയം ചിന്തിക്കാം. പണ്ടത്തെ പോലെ പിന്നെ പലപ്പോഴും ദീനിന്റെ കാര്യം ദീനിന്റെ ഇസ്സത്തോടു കൂടി അവതരിപ്പിക്കുന്നതും ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെയോ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞാനോ ഒന്നും ആരെയും ക്ഷീണിപ്പിക്കാനൊന്നും പറയുന്നല്ല. പക്ഷെ ഒരു ആത്മവിചാരം, നമ്മൾ ഹാസിബു ഖബല അൻ തുഹാസിബു എന്ന് പറഞ്ഞല്ലോ, വിചാരണക്ക് മുന്നേ സ്വയം വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതും പറയാറില്ലേ, പണ്ടിങ്ങനെയല്ല. കുറെ കുട്ടികളോടൊക്കെ പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയല്ല, പണ്ട് നമ്മൾ ഡ്രസ്സ് ഇങ്ങനെയല്ല, ഇത്ര ഉണ്ടായിട്ടില്ല, പണ്ട് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടായിട്ടില്ല, ഇത്രയും നല്ല വീട് ഉണ്ടായിട്ടില്ല, സൗകര്യം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ 9-10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിന്നെ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടിയിരുന്ന അഭിമാനമുണ്ടല്ലോ, അതുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ മുമ്പ് ഞാൻ 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ ഇടവണ്ണ ജമീൽ ടീച്ചർ വന്ന് അവിടെ പ്രസംഗിച്ച്, ആ പ്രസംഗവും മറ്റല്ല, ആ കൂട്ടായ്മ ഉണ്ടല്ലോ, ആ കൂട്ടായ്മക്ക് പരസ്പരം കിട്ടിയിരുന്ന ഒരു സ്പിരിറ്റില്ലേ, ഒരു സുഖമില്ലേ, ഒരു ഐക്യമില്ലേ, സ്നേഹമില്ലേ, സൗഹാർദ്ദമില്ലേ, ശക്തിയില്ലേ, അതുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷെ തിരിച്ചു പിടിക്കാം. നമുക്ക് ഏത് കാലത്തും സത്യത്തെ പറ്റി സംസാരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകും. വല്ലാഹു മുത്തിമ്മ നൂരി, അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ ആ ഇസ്സത്ത് കളഞ്ഞു കുളിക്കാതെ നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ലോകമൊക്കെ മാറിയാലും നാം വിട്ടുകളയാത്ത ചില മുറുകെ പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് ഈ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത്. എന്ന് ഞാൻ അത് മുറുകെ പിടിച്ചിട്ടുണ്ടോ അതേ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും, ഇപ്പം എന്നോട് എന്ത് പറയാം നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊക്കെ ചുറ്റും അങ്ങനെയൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല. മുമ്പുള്ളതിനേക്കാൾ സ്പിരിറ്റിൽ ഞാൻ ഇതിനെ കാണുന്നുണ്ട്. മുമ്പുള്ളതിനേക്കാളും ഒരുപാട് എനിക്ക് മതവും ആദർശവുമായിട്ട് കുറച്ചുകൂടി ആത്മബന്ധമാണ് തോന്നുന്നത്. അങ്ങനെയാണ് വേണ്ടതും. ആ രൂപത്തിൽ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതായാലും ഇസ്ലാഹ് കുടുംബത്തിലും സമൂഹത്തിലും എന്നുള്ളതിൽ ആദ്യത്തെ ഇസ്ലാഹ് നടക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ഇന്ന ഫിൽ ജസദി മുളഗത്തുൻ, നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ മാംസ കഷ്ണം നമുക്ക് നന്നായിട്ട് മിടിക്കാനും ആരോഗ്യത്തോടുള്ള കൂടിയുള്ള ഒരു ഹൃദയത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കലി നമുക്കതിൻ്റെ കണക്കായിട്ട് മിടിക്കണം. നല്ല ആരോഗ്യത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് കണക്കായിട്ട് അങ്ങ് പോകണം. പക്ഷേ
ആത്മീയമായിട്ട് ഈ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു കണ്ണാടിയാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ശരിക്ക്. അതായത് ഞാനെന്ന് പറഞ്ഞ് ചൂണ്ടുന്നത് എൻ്റെ ഹൃദയഭാഗത്തേക്കാണ്. അതായത് ആ ഹൃദയമാണ് ഞാൻ ആ ഹൃദയമാണ്. ആ രൂപത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനെന്ന് പറയുന്ന വ്യക്തി അതാണ്. അതിൽ നിന്ന് എനിക്ക് ഉരുത്തിരിയുന്ന എൻ്റെ സ്വഭാവവും പ്രകൃതവും ഒക്കെ ജനങ്ങൾ അത് കണ്ട് വിലയിരുത്തുന്നു, നല്ല വ്യക്തിത്വമാണ്, നല്ലതാണ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഈ സമയത്ത് പടച്ചവന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങളുടെ രൂപങ്ങളും കോലങ്ങളും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജനങ്ങൾ നമ്മെ വിലയിരുത്തുന്നു. പക്ഷേ ഇതേ സമയത്ത് തന്നെ പടച്ചവൻ വേറെ തരത്തിൽ മാർക്കിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്, നമ്മുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണുണ്ട്, ഓരോ മനുഷ്യന്റെയും ശരീരത്തില്. ആ ഇസ്ലാഹ് അവിടെ ഇദാ സ്വലഹ അത് ആ ഭാഗം, ആ മാംസകഷ്ണം അതിന് ശരിക്കും നന്നാക്കൽ സംഭവിച്ചാൽ, ഇപ്പറയുന്ന സമൂഹത്തിലും വീട്ടിലും നമുക്ക് നന്നാക്കേണ്ടുന്ന ആ കാര്യം ആദ്യം നടക്കേണ്ടത് സ്വന്തം കൽബകത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ ഇസ്ലാഹ് ഒരാളുടെ ഹൃദയത്തിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? സ്വലഹൽ ജസദു കുല്ലഹ്, അവന്റെ ശരീരം മുഴുവൻ അങ്ങ് നന്നായി. അവിടെ നന്നാക്കുന്നിടത്ത് നമ്മളിപ്പോൾ ബാഹ്യമായ മോടിയും വൃത്തിയാക്കലും ഒക്കെയും അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മറന്നു പോകുന്നത് ഹൃദയത്തിന്റെ വൃത്തിക്കാണ്. ആ വൃത്തി ഉണ്ടാകാനാണ് ലോകത്ത് പടച്ചവൻ എല്ലാത്തരം ദൈവത്വം ഇബാദത്തൊക്കെ വെച്ച് തന്നത്. ആരോരും കാണാത്ത കൽബകം നന്നാക്കിക്കൊണ്ടിരിക്കാനാ. അങ്ങനെ നമുക്ക് കൽബകം നന്നാക്കി കഴിഞ്ഞാൽ കൽബുൻ സലീം, നല്ല ആരോഗ്യമുള്ള, അതുപോലെ തന്നെ ഹിദായത്ത് ലഭിച്ച ഈമാനുള്ള ഒരു ഹൃദയം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് തോന്നും, നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വൈറ്റ് വാഷ് ചെയ്യും പോലെയാണത്. അതായത് വൈറ്റ് വാഷ് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു റൂം ചെയ്തു. ഈ ഒരു റൂം ചെയ്ത് അത് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്, നല്ല ഉഷാർ തന്നെ. അടുത്തതിലേക്ക് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് വല്ലാത്ത വൃത്തിയോട് തോന്നും. ഇവിടെ എല്ലാം വൃത്തിയായിട്ടുണ്ട്, അപ്പോൾ അപ്പുറത്തെ റൂം വൃത്തിയാക്കണം. വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് അടിച്ചുവാരി വൃത്തിയാക്കിയാൽ, ക്ലീൻ ചെയ്താൽ അപ്പുറത്തേക്ക് വൃത്തിയായിട്ടില്ല. അപ്പം അതും കൂടി അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. എൻ്റെ കൽബ് നന്നായി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവരെല്ലാം ശരിയാവാനുണ്ട്, വീട്ടിൽ ശരിയാവാനുണ്ട്, പലരും ശരിയാവാനുണ്ട്. വീട്ടിലൊരാള് കൽബ് വൃത്തിയായിട്ടുള്ള ഒരാൾ കയറി വന്നു, അയാൾക്ക് കൽബ് വൃത്തിയായി, അയാളുടെ കൽബിൽ ഇസ്ലാഹ് നടന്നു, നല്ല ഹൃദയത്തിന് ഉടമയായി മാറിയാൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് തോന്നുന്നതാണ്, അവരുടെ ആ സംസാരം ശരിയില്ല, ആ പ്രകൃതം ശരിയില്ല, ആ വ്യക്തിത്വം ശരിയില്ല, അവരുടെ വിശ്വാസ രീതി ശരിയില്ല. അപ്പോഴാണ് കുടുംബത്തിൽ എന്ത് നടക്കേണ്ടത്? ഇസ്ലാഹ് നടക്കേണ്ടത്. ഈ കുടുംബത്തിൽ ഇസ്ലാഹ് നടക്കാൻ ആര് വേണം? അപ്പോൾ ഹൃദയശുദ്ധിയുള്ള ആൾ വേണം. ഹൃദയശുദ്ധിയുള്ള ആൾക്കാർക്കാണ് മറ്റുള്ളത് ശുദ്ധിയായിട്ടില്ല, അവരും കൂടി ശുദ്ധിയാവണം എന്ന് തോന്നുന്നത്. അപ്പൊ കൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ കുടുംബത്തില്, ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മുവഹിദായ ഹൃദയശുദ്ധിയുള്ള പ്രവാചകൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഉപ്പ ഈ ബിംബാരാധനയെ അതിൻ്റെ കച്ചവടം നടത്തുന്നത് ശരിയല്ല, എൻ്റെ കുടുംബം ശരിയായിട്ടില്ല. അപ്പോൾ ആദ്യ ദഅവത്ത് അവരിലേക്ക്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ഏറ്റ് വന്ന ഉടനെ ഈ ഉള്ളില് ആൾക്കാർ, കുടുംബ ബന്ധുക്കൾ കുറെ ശരിയില്ല, ജാഹിലിയത്തുണ്ട് അവരിൽ, ഈ അനാചാരവും അന്ധവിശ്വാസവും മാറണം. ആർക്ക് തോന്നുന്നു? ഹൃദയശുദ്ധിയുള്ള ഒരാൾക്ക്. നാമും നമ്മുടെ വീട്ടിനുള്ളിൽ ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോഴേ നമ്മൾ ആശിക്കുക, ഞാൻ ചിന്തിക്കുന്നത് പോലെ ആ നന്മ എൻ്റെ വീട്ടിലെ 5 ആളും കൂടി ചിന്തിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു തൗഹീദിന്റെ ഈമാനിന്റെ ഇസ്സത്തുള്ളൊരു വീട് എനിക്ക് എൻ്റെതായി തീർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കണമെങ്കിൽ ആദ്യം ഞാൻ ശരിയാവണം. അതുകൊണ്ടാണ് ഖുർആൻ നമ്മോട് പറയുന്നത്, നിന്റെ ഹൃദയമേ വൃത്തിയില്ല, നിന്റെ ഹൃദയമേ വൃത്തിയില്ല, നീ ജനങ്ങളോട് എന്ത് ചെയ്യുന്നു? അഡ്വൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, നന്നാകണം, അത് കൃത്യത്തിന് നിർവഹിക്കണം എന്നൊക്കെ. പക്ഷെ അപ്പറയുന്ന കാര്യത്തിൽ നീ എവിടെയാണ്? നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ മറക്കുകയും നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ മറക്കുകയും ചെയ്യുന്നു. ഇതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്.
കാരണം ഉപദേശിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് അറിവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആരെയും അഡ്വൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. പക്ഷേ ആ അഡ്വൈസ് സത്യസന്ധമാകണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ കൽബകം വൃത്തിയാകേണ്ടതുണ്ട്. ആ കൽബകം വൃത്തിയാകാതെ പിന്നെ അഡ്വൈസ് ചെയ്യുന്നവരെ ഖുർആൻ പലതരത്തിൽ ആക്ഷേപിക്കുകയാണ്. ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, ചെയ്യാത്ത കാര്യം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയി മാറേണ്ടത് മാതൃകയാണല്ലോ. പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറെ നമുക്ക് വേണ്ടത് ഉറക്കെ ഇങ്ങനെ കുറേ സംസാരിക്കുക, പ്രസംഗിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് ആകെ കൂടി എന്താ, ജീവിച്ച് മാതൃകയാക്കലാണ്, കുറേ സംസാരിച്ചുകൊണ്ടിരിക്കലല്ല. ഈ നാം ആകുന്ന മാതൃക ഒരു നല്ലൊരു ഇമേജ് ഉണ്ടല്ലോ സമൂഹത്തിൽ, നമുക്കൊരു ഇമേജ് ഉണ്ടാവണം. എങ്ങനെയെന്ന് വെച്ചാൽ അയാൾ നല്ല വ്യക്തിയാണ്, എങ്ങനെ, ഭയങ്കര സാമ്പത്തിക വിശുദ്ധിയാണ്. ചില ആൾക്കാരെ പറ്റി നമ്മൾ വിലയിരുത്തുകയാണ്, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തി എന്ന് ആരോപിക്കുന്ന ഉടനെ തന്നെ. ഇപ്പം ഞാനിപ്പോൾ പിന്നെ മലപ്പുറം ഈസ്റ്റിൽ പെണ്ണാത്ത എന്ന് പറഞ്ഞ ഒരു വ്യക്തി 2 ദിവസം മുന്നേ മരിച്ചുപോലെ നമ്മുടെ ഒരു പ്രവർത്തക അവിടെ വീട്ടിലേക്ക് കയറിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഭയങ്കര അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു. കാരണം ആൾക്കാർക്ക് അവരുടെ നന്മകൾ പറഞ്ഞ് തീരുന്നില്ല. അത് മക്കൾ പറയുന്നതല്ല, ഒന്നിച്ച് പ്രവർത്തിച്ച പ്രവർത്തകർക്ക് അവരെ പറ്റി പറഞ്ഞിട്ട് നന്മകൾ പറഞ്ഞു തീരുന്നില്ല. ഈ നന്മകൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടാണ് എനിക്കും അവിടെ ഒന്ന് പോകണമെന്ന് തോന്നിയത്. അതിനാണ് ഞാൻ രാവിലെ തന്നെ വന്നത് അവിടേക്ക് പോകാൻ. എനിക്കവരെ പേഴ്സണലായിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നന്മകൾ മാത്രം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ വീട്ടിലേക്കൊന്ന് കയറിപ്പോകണമെന്ന് തോന്നി. ഒരു വല്ലാത്തൊരു വ്യക്തിയെ തന്നെ, അതായത് കർമ്മങ്ങൾ കൊണ്ട് ആയുസ്സിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിച്ചൊരു വ്യക്തി. പ്രസംഗിക്കാനോ ഏതെങ്കിലും സ്റ്റേജിലേക്ക് വരും ഒന്നും ചെയ്തിട്ടില്ലാത്ത, ഒരു പക്ഷെ പുറം ലോകം അറിയാത്ത എത്ര മനുഷ്യന്മാരിങ്ങനെ പുറം ലോകമേ അറിയാത്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കിയ ജീവിതവുമായിട്ട് കടന്നു പോകുമ്പോൾ അവരെ പറ്റി ഒരുപാട് നന്മകൾ പറയാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാകുമ്പോൾ സ്വർഗ്ഗം ഉറപ്പല്ലേ, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ രൂപത്തിൽ നല്ലൊരു ഇമേജ് നമുക്ക്, നല്ലൊരു ഇവരെ നമ്മൾ നാളെ പിറ്റേന്ന് നമ്മൾ മറന്നു പോകും. വർഷങ്ങൾ കഴിയുന്നതിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും നമ്മൾ മറന്നു പോകും. പക്ഷെയോ അവർ ആര് മറന്നാലും അവർക്ക് വേണ്ടത് നിർമ്മിച്ചുണ്ടാക്കിയിട്ട് അവർ പോയത്. ഇതാ നമ്മളും ചെയ്യേണ്ടത്. നമ്മെ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾ ഓർക്കും, മക്കളും മക്കളുടെ മക്കളൊക്കെ ഉള്ള കാലത്ത്. കുറച്ചുകൂടി കഴിഞ്ഞാലോ ഈ ഓർമ്മകൾ പിന്നെ നശിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്താ ബാക്കി? ആര് നമ്മെപ്പറ്റി നല്ല പറയാനില്ലെങ്കിലും നമ്മളെ പള്ളിക്കാട്ടിലേക്കൊക്കെ നോക്കിയിട്ട് ഒരു സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴേ അതിൽ നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ എൻ്റെ ഖബർസ്ഥാൻ എന്ന് പറയുന്നത് ആൾക്കാരെ കടന്നു പോകാത്ത വഴിയിലായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെ ഖബർസ്ഥാൻ അങ്ങനെ ഇല്ലേ, നമ്മൾ ടൗണിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴല്ലേ കുറേ ഖബർസ്ഥാൻ കാണുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. എന്നാൽ നമ്മുടെ അകങ്ങളിലുള്ള പള്ളിയിലാണെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടെ അധികം സഞ്ചാരമൊന്നുമില്ല. ഏതൊക്കെയോ മയ്യത്ത് മറമാടാൻ അല്ലെങ്കിൽ ജമാഅത്തിന് പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെയോ ആവട്ടെ, ഒരു പക്ഷേ നമ്മുടെ മയ്യത്തേ കിട്ടിയില്ല, നമ്മളെവിടെയോ കത്തിയിട്ടോ കടലിലോ എവിടെയോ തീർന്നു. വിഷയം എനിക്ക് വേണ്ട ഒരു സ്വർഗീയ ഭവനം പണി കഴിപ്പിച്ചിട്ടാണ് ഞാൻ പോയത് എങ്കിലും അതായി. അങ്ങനെ ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തകരെയും നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് നല്ല ഇമേജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഇമേജിൽ ആൾക്കാർ നമ്മെ എടുത്ത് പറയുമ്പോൾ ഒന്നല്ല 1000 നന്മകൾ പറയാൻ. അതൊന്ന് ചിന്തിച്ചു നോക്കേ, 1000 നന്മകൾ നമ്മെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സാമ്പത്തിക വിശുദ്ധി ആയിക്കോട്ടെ, ഇടപാടുകളായിക്കോട്ടെ, ഇടപെടലായിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, സ്വഭാവം, പെരുമാറ്റം, സംഘടനയിൽ, പുറത്ത്, വീട്ടിൽ ഒക്കെയും തന്നെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മുടെ സംസാരത്തെക്കാൾ ഉറക്കെ നമ്മുടെ കർമ്മങ്ങൾ സംസാരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ആ മരണ വീട് സന്ദർശിക്കുമ്പോൾ ആ വ്യക്തി എവിടെയെങ്കിലും പോയിട്ട് പ്രസംഗിച്ചിട്ടും സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ വ്യക്തി ആകെ കൂടി അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ, അതായത് ലാസ്റ്റ് വരേക്ക് ഞാൻ എപ്പോഴും ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആക്റ്റീവാകണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയുടെ വിടവാങ്ങലിലൂടെ നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തി കടന്നു പോയ ആ മക്കൾക്കൊക്കെ എന്തൊരു ധന്യതയാണ്. വിടവാങ്ങലിൻ്റെ വേർപാടിൻ്റെ ദുഃഖം ഉണ്ടാകുമ്പോഴും
വല്ലാത്തൊരു അഭിമാനത്തിലാണ് ആ വീട് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നല്ല ഇമേജ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇസ്ലാഹ് കുടുംബത്തിൽ നമ്മൾ പറയാ കുട്ടികൾ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ല കുട്ടികൾ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഉപദേശത്തിൻ്റെ രീതി ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് മാറ്റേണ്ടത്. ഇനി കുറേ ഉപദേശിക്കുക, പറയുക, വഴക്ക് പറയുക എന്നുള്ളതിന് നമ്മൾക്ക് ഇങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങല്ലേ. അങ്ങനെ ആയിരുന്നില്ല വളർത്തേണ്ടത്, അങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത് എന്ന്. കാരണം ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഗുണം ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും ഉപദേശിക്കുന്ന ഒരു പിതാവിൻ്റെ മക്കള്, ഒരു ഉമ്മയുടെ മക്കള്. ഇത് കേട്ട് കേട്ട് മടുത്തൊന്നും ഉമ്മ മിണ്ടാതിരുന്നേ. നമ്മുടെ മക്കൾ നമ്മളോട് ഒരിക്കലെങ്കിലും അങ്ങനെ പറയുമ്പോൾ എന്തൊരു നോവായിരിക്കില്ലേ, ഒന്ന് മിണ്ടാതിരുന്നേ എന്ന്. എന്തുകൊണ്ടാ ആ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ വേണ്ടടുത്ത് വേണ്ട പോലെ വെച്ചു കൊടുക്കണം. ഭക്ഷണവും മരുന്നൊക്കെ കഴിക്കുന്ന പോലെ ഈ ഉപദേശം ഇങ്ങനെ കെട്ടുകണക്കിന് കൊടുത്തിട്ട് കുട്ടികൾ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വന്ന കുട്ടികളോട് എഴുതിപ്പിക്കുകയാണ് ഹയർ സെക്കൻഡറി. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പാരൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ എഴുതുന്ന പറഞ്ഞപ്പോൾ മുഴുവനും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. അതിൽ പറയുന്നത് അഡ്വൈസാണ്. ഏത് സമയം ഉപദേശം എന്നുള്ളത് അവരെ വേണ്ടാതെ വെച്ച് കെട്ടി കിലോ കണക്കിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാളും നല്ലത് എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മളൊരു മാതൃകയുള്ള ഒരു ജീവിതം ജീവിച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ ഒരു കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കറക്റ്റ് ചെയ്യുന്ന രീതി 10-33 രീതികൾ നമുക്ക് ഹദീസുകൾ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. പലവിധ രീതികളാണ്. അതിലൊരു കറക്റ്റ് ചെയ്യുന്ന 2-3 രീതി ആൾക്കാർക്ക് ഹർട്ട് ചെയ്യാത്ത രൂപത്തിൽ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു അറബി വന്നിട്ട് പള്ളിയിൽ മൂത്രയിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളത് അല്ലേ. അത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഒരാൾ പള്ളിയിൽ വന്ന് മൂത്രയിച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമാണ് നമുക്ക് അല്ലേ. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൂളായിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കണം, വലിയ കൂളായിട്ട് കൈകാര്യം ചെയ്യാണ്. നമ്മളവിടെ ഒരു വലിയ കുഴപ്പം, പ്രശ്നം, ആക്ഷേപം, വഴക്കൊക്കെ ആയി മാറുമായിരുന്ന ഒരു കാര്യം പരിശുദ്ധമായ ഒരു പള്ളിയിൽ. ഇപ്പോഴത്തെ പള്ളിയൊക്കെ ആണെങ്കിൽ അവിടെ നല്ല കട്ടിയുള്ള മാറ്റൊക്കെ വിരിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരാൾ മൂത്രയിച്ച്, ഒരു കുഞ്ഞ് മൂത്രയിച്ചാൽ തന്നെ അവിടെ വലിയ ജിഹാദായിരിക്കും, പ്രശ്നമായിരിക്കും. അപ്പം ഇവിടെ ഒരു വലിയ മനുഷ്യൻ തന്നെ വന്നിട്ട് അങ്ങനെ ചെയ്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്ലാഹിൻ്റെ രീതി പഠിപ്പിച്ച ഒരു രീതിയാണ് ചില കാര്യങ്ങൾ കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്ത് പറയുന്നു, സഹബാക്കളെ അത് കുറച്ച് വെള്ളം ഒഴിച്ചേക്ക്, എന്താകുന്നു കുഴപ്പമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്ന്. അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു, ഭയങ്കര വലിയ വിഷയമായിട്ട്. അപ്പോൾ ഒരു സുഹൃത്ത് വന്ന ഉടനെ ഇത് ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിൽ കെട്ടി വന്ന വലിയൊരു കാര്യം ഉണ്ടാവും, പെയ്തൊഴിഞ്ഞു. അങ്ങനെയുണ്ട്, അതൊരു ക്വാളിറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ഇസ്ലാഹ് നന്നാക്കൽ പരിപാടി നടത്തിയതിൻ്റെ വലിയൊരു ക്വാളിറ്റി ഉള്ളതാണ്. ഭയങ്കര പ്രശ്നവും യുദ്ധമൊക്കെ നടക്കുമെന്ന് തോന്നുന്ന കാര്യത്തെ അത് കുറച്ച് വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞിട്ട് കൂളാക്കിയിട്ട് അവിടെ ചെയ്തത് വലിയ കാര്യമല്ലേ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു രീതി, അതായത് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു രംഗം ചരിത്രം പറയുന്നുണ്ട്. ഈ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് വരാനിരിക്കുന്ന ഒരു പ്രവാചകനാണല്ലോ, മുഹമ്മദിന് ഇത്രമാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം പദവികൾ ഇങ്ങനെ സ്വർഗത്തിൽ കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതിനെന്താ കാരണം, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പദവി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ സ്വർഗത്തിൽ ഇത്ര അധികം പദവി വരുന്നതിൽ ഒരു പദവി പറഞ്ഞുതരാൻ പറ്റുമോ? അതായത് എന്താ കാരണം എന്ന് പറയാൻ പറ്റുമോ? അപ്പം അങ്ങനെ ഒരു പദവി കാണിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ തെളിച്ചവും വെളിച്ചവും കൊണ്ട് കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ആ പദവി, അത്രയും ഉന്നതമാണ് എന്ന്. എന്നിട്ട് അള്ളാഹു അവിടെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനേകായിരം ക്വാളിറ്റിയുടെ ഒരു രൂപമാണല്ലോ. അതിൽ ഒരു ക്വാളിറ്റി നമുക്ക് അത് അങ്ങനെ ഒരു വായന ഞാൻ നടത്തിയതിന് ശേഷം പഠിച്ചോനെ നമ്മൾക്കൊക്കെ എപ്പോഴാണ് പറ്റുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഏതൊരു വ്യക്തിയുടെയും പ്രശ്നം കാര്യങ്ങളില്ലേ, എൻ്റെ കാര്യത്തിനേക്കാളും വലിയ സ്ഥാനമായിട്ട് ഞാൻ കൊടുക്കുക. അതായത് ഏത് വ്യക്തി ഒരു പ്രശ്നം കൊണ്ടുവന്നോ, സങ്കടമായിക്കോട്ടെ, പ്രശ്നം എന്തോ ആവട്ടെ, അതുകൊണ്ട് എന്നോട് വന്ന് പറയുമ്പോൾ അത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ
ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യത്തെക്കാൾ വലിയ സ്ഥാനത്തോടു കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ ഒരു ക്വാളിറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉമ്മത്തായിട്ട് ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു പോകാൻ ആശിക്കുന്ന നാം ഈ സമൂഹത്തിൻ്റെ വേദന, സങ്കടം, ഒരു വ്യക്തിയുടെ വേദനയും ആവശ്യവും സങ്കടവും സ്വന്തം ആവശ്യവും വേദനയായിട്ട് നാം കരുതുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് പറയണം. എന്നിട്ട് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റുള്ളവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് അതിനേക്കാൾ അധികം അതിന് സ്ഥാനം നൽകി അത് പരിഹരിക്കാനും ചെയ്തു കൊടുക്കാനും മുഴുവനായിട്ട് അർപ്പിക്കുകയാണെങ്കിൽ അവന് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു സ്വർഗത്തിൽ അവനൊരു ഇടം നൽകുമെന്നും ആ സ്വർഗത്തിൽ അവനിങ്ങനെ ചുറ്റി സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്നും പറഞ്ഞുതരാം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ ലോകത്തെ നന്നാക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ വെറും ദഅവത്ത് നടത്തലാണോ? ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ വെറും പ്രസംഗ പരിപാടി സംഘടിപ്പിച്ചിട്ട് എല്ലാവരും വന്ന് കേട്ടു, ഇന്നത്ര പരിപാടിക്കാളുണ്ട്, 100-200 ആളുണ്ട്, സക്സസ്, ഇത് മാത്രമാണോ? അല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ആത്മീയമായിട്ടുള്ള മരുന്ന് വെച്ചുകെട്ടലാണ്. ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നു? ആത്മീയമായിട്ടുള്ള വിശപ്പിനെ ശമിപ്പിക്കുന്നു. നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങനെയൊക്കെ ജീവിക്കണം, ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഞാനിങ്ങനെ ഇതിനെ സംസാരിച്ച ഒരാളാണ്, നിങ്ങൾ കേട്ട ആളാണ്, അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് നമ്മളങ്ങ് പോകും. പക്ഷേ ഇസ്ലാഹ് എന്ന് പറയുന്നത് ആത്മീയമായ പോഷണം മാത്രം നൽകിയാൽ പോരല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ആൾക്കാരെ കേൾക്കണം, ഒന്നിച്ച് നിൽക്കണം, ചേർത്ത് പിടിക്കണം, എന്താണ് പ്രശ്നം എന്നറിയണം, കൂടെ ഒപ്പമിരിക്കണം, കേൾക്കാൻ ഒരു കാത് കൊടുക്കണം, ആ ചെവി കൊണ്ടല്ല എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ കേൾക്കണം. ഇതൊക്കെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി നല്ല ലീഡറായിട്ട് കൂടി മാറുന്നത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ, ഇസ്ലാഹിൻ്റെ നന്നാക്കുന്നതിൻ്റെ ദഅവത്തിൻ്റെ ചരിത്രങ്ങൾ കേട്ടാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറാബി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദാനം ചോദിച്ചിട്ട് കൊടുത്തപ്പോഴേ നമ്മൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ചരിത്രമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി ഇല്ലേ, ആ സൈക്കോളജി നമ്മുടെ ലൈഫിൽ, ദഅവത്തിൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തേ മതിയാകൂ. ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു മാർഗത്തിൽ, ഈ ദഅവത്തിൻ്റെ മാർഗത്തിൽ തള്ളിക്കയറ്റമില്ലല്ലോ. ഇതിൻ്റെ ഫോളോവേഴ്സ് കുറവല്ലേ? അതായത് ഇതേ സമയത്ത് നിങ്ങൾ അപ്പുറത്ത് 2 സ്റ്റോപ്പ് അപ്പുറത്ത് ഒരു ഗാനമേള വെച്ചാൽ എത്ര ആളുണ്ടാകും? അതാണ് വ്യത്യാസം. ആത്മീയമായ പോഷണം ലഭിക്കുന്ന ഇത്തരം വിരുന്നുകളിൽ അധികം ആളുണ്ടാവില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാൻ ചോദിച്ചപ്പോൾ കൂടുകയാണോ കുറയുകയാണോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബായ് ചെയ്യുന്ന ആൾക്കാർ കൂടുകയാണോ കുറയാണോ? അല്ല, ദിനം പ്രതി കൂടുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൂടണം എന്നുണ്ടെങ്കിൽ ഈ അറാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവാ മാർഗത്തിൽ സ്വീകരിച്ച ഒരു സൈക്കോളജി ഇല്ലേ, അത് നമ്മൾ കേട്ട് പഴകിയതാണെങ്കിലും അത് ലൈഫിലേക്ക് സ്വീകരിക്കുന്ന ഒരു രീതി നമുക്ക് വേണമെന്നുള്ളതാണ്. ഞാൻ നിനക്ക് നല്ലോണം തന്നില്ലേ? സഹാബാക്കളുടെയൊക്കെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിക്കുക, ഞാൻ നിനക്ക് നന്നായിട്ട് തന്നില്ല? ഇല്ല. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ദാനം അദ്ദേഹത്തിന് മതിയായിട്ടില്ല. അറാബിയല്ലേ, തനി ഒരു പച്ചയായ മനുഷ്യൻ, ഉള്ളത് മനസ്സിൽ തോന്നിയത് അങ്ങ് പറഞ്ഞു, ഇല്ല തന്നത് എനിക്ക് മതിയായിട്ടൊന്നുമില്ല. അപ്പോൾ സഹാബാക്കൾക്ക് ദേഷ്യം വരികയാണ്, എന്താ അഷ്റഫുൽ ഖൽക്കിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, കുറച്ച് കിട്ടിയാലും അത് ഓക്കെ എന്ന് പറഞ്ഞൂടെ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അടങ്ങാൻ പറഞ്ഞിട്ട് ഈ വ്യക്തിയെ കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിലെന്താ കിലോ കണക്കിന് സാധനം ഉണ്ടോ? ഇല്ല. പക്ഷേ അവിടെ ഉള്ളത് എന്തോ കുറച്ചുകൂടി എടുത്തു കൊടുത്തപ്പോഴേ ഇപ്പം എങ്ങനെ ഓക്കെ, എനിക്ക് സന്തോഷമായി, സന്തുഷ്ടി പ്രകടിപ്പിക്കാം. എന്നാൽ ഒരു കാര്യം ചെയ്യണം, എൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ അടുത്ത് വന്നിട്ട് ഇക്കാര്യം ഒന്ന് പറഞ്ഞേക്കണം, അവരാകെ ബേജാറായി വിഷമത്തിലല്ലേ ഉള്ളത്, ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഈ സഹാബാക്കളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട്, ഇപ്പം നീ തൃപ്തനാണോ? യെസ്, ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ പ്രിയപ്പെട്ട ഒട്ടകം അയാളെ വിട്ട് ഓടിപ്പോയപ്പോൾ ജനങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ പാഞ്ഞു പോയി, ഓടിപ്പോയി അതിനെ പിടിച്ചു കെട്ടാൻ. പക്ഷെ ആ യജമാനൻ അവരോട് നിങ്ങൾ ഓടല്ലേ, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ അതിനെ പിടിച്ചോളാം. യജമാനൻ അതിന് കുറച്ച് ഭക്ഷണം, കുറച്ച് പച്ച പുല്ലൊക്കെ എടുത്തിട്ട് ആ ഒട്ടകത്തിന് നേരെ നീട്ടിയപ്പോൾ അത് സാവകാശം ഇങ്ങ് വന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ഒട്ടകത്തെ കിട്ടുകയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്ന ഇസ്ലാഹി പ്രവർത്തകരോട് പറയുന്ന
ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് ദായിമാരുടെ കയ്യിൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന പച്ചപ്പുല്ല് മൃഗത്തിന് കൊടുക്കുന്നത് പോലെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ശൈലി, രീതി, സൈക്കോളജി ആവശ്യമാണ്. എല്ലാവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപോലെയാണോ ട്രീറ്റ് ചെയ്തത്? ഉപദേശം ചോദിച്ചു വന്ന ആൾക്കാർക്ക് ഒരേ ടൈപ്പ് ഉപദേശം കൊടുത്തിട്ടുണ്ടോ? പല തരത്തിലുള്ള രീതികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ചിരിക്കുന്നത്. ചില ആൾക്കാരോട് വെച്ച് കെട്ടി ഉപദേശം വേണ്ട, തിരിഞ്ഞു കളഞ്ഞേക്ക് റസൂലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് അയാൾക്ക് ഇങ്ങനെയാണ് ഉപദേശം വേണ്ടത്. ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ക്ഷോഭിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പലതരത്തിലുള്ള രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ട് ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വബി റഹ്മത്തില്ലാഹ് ലിന്തലഹു എന്ന്. അള്ളാഹുവിൻ്റെ പടച്ചോരെ കാരുണ്യം കൊണ്ടാട്ടോ നീ ഇത്ര സോഫ്റ്റായിട്ട് ലീനായിട്ട് പെരുമാറുന്നത്. നമുക്ക് വെറുതെ ഇങ്ങനെ കിട്ടിയതാണെന്നാണ് വിചാരിക്കുന്നത്. നീ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അതായത് നീ ഒരു പരുഷ സ്വഭാവിയാണെങ്കിൽ ജനങ്ങൾ എന്താകും? നിന്നിൽ നിന്ന് വിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ലോകത്ത് ഇസ്ലാഹി പ്രവർത്തനം നടക്കുന്നതിന് ജനങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ആ സൈക്കോളജി വേണം. പിന്നെയോ കൂളായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് വേണം. പിന്നെയോ വളരെ സോഫ്റ്റായിട്ട് പെരുമാറാനുള്ള അത്തരമുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് വബി റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്താൽ, അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്താൽ ലിന്തലഹും, നീ ആരോടാണ് സോഫ്റ്റായിട്ട് പെരുമാറുന്നത്? അക്രമത്തിലും അരാജകത്വത്തിലും അന്ധവിശ്വാസങ്ങളിലും ക്രൂരതയിലും മുഴുകി കുളിച്ച ആൾക്കാരോട് എത്ര ദുഷ്ടതയായിരിക്കും അല്ലേ? എത്രമാത്രം ദുഷ്ടതയായിരിക്കും, ജാഹിലിയത്തിന്റെ ദുഷ്ടത. അവരോടാണ് ലിന്തലഹും, നീ എന്തൊരു സോഫ്റ്റായിട്ടാണ് അവരോട് പെരുമാറുന്നത് എന്ന്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു പെരുമാറ്റമാണ്. പ്രബോധിത സമൂഹത്തോട് ഞാനിപ്പോൾ പറയുന്നത്, നമ്മൾ പറയാ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ലൈഫിൽ കൊണ്ടുവരാൻ പണിയാണ്. കാരണം ലൈഫിൽ കൊണ്ടുവരാൻ പണിയാണെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കൽ അതിനേക്കാളും വലിയ പണിയാണ്. അതുകൊണ്ട് ഇതാണ് എളുപ്പം. ഇത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇത് തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കുക, ഉരസിക്കൊണ്ടേയിരിക്കുക, മിനുക്കിക്കൊണ്ടേയിരിക്കുക. ലൈഫ് അതിനല്ലേ ഈ ഉരസി വൃത്തിയാക്കി മിനുക്കിക്കൊണ്ടിരിക്കാനല്ലേ. ഒന്ന് കഴിയുമ്പോൾ ഒരു നമസ്കാരം വെച്ച് തന്ന എന്തിനാ? അഹങ്കരിക്കുന്ന മനസ്സെ അടങ്ങുക എന്നുള്ളതിനാ, വൃത്തികെട്ട മനസ്സെ ശുദ്ധീകരിക്കുക എന്നുള്ളതിനാ. ഇതെന്തിനാണ് ഈ 5 നേരം നമ്മുടെ കൂടെ തന്നെ കെട്ടിയിട്ട് തന്നിരിക്കുന്നത്? നമുക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. ബനു ഇസ്രായേൽ ഒരു ചരിത്രം ഉണ്ടല്ലോ. അതായത് ഒരു ഭക്തനും ഒരു നന്മയിലധികം ശോഭിക്കാത്ത ഒരു മനുഷ്യനും, ഒരു തെമ്മാടിയായിട്ടുള്ള മനുഷ്യൻ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ ഭക്തന് നല്ല ചൂട് സമയത്ത് പടച്ചവന്റെ മേഘത്തണൽ കാണുക. ഈ തെമ്മാടിയായിട്ടുള്ള മനുഷ്യൻ, ഈ മനുഷ്യന് തോന്നി ഇയാളുടെ അടുത്ത് പോയിരുന്നാൽ എനിക്കും കുറച്ച് ആ തണൽ കിട്ടും, ഈ ചൂടിന്ന് രക്ഷപ്പെടും. പടച്ചവന്റെ പ്രിയപ്പെട്ട അടിമയല്ലേ, അതുകൊണ്ട് എനിക്കും അത് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം അവിടേക്ക് പോയിരുന്ന ഉടനെ ഭക്തനായിട്ടുള്ള പടച്ചവന്റെ മുത്തക്കിയായിട്ടുള്ള ദാസന് തോന്നി, ഇവനെന്താ അർഹത, ഈ മേഘത്തണൽ കിട്ടാൻ ഇവൻ അർഹത, അതുകൊണ്ട് ഇവൻ ഇത് അനുഭവിക്കാൻ പാടില്ല, ഇവന് അവിടുന്ന് മാറുകയാണ്. അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്താണോ, എന്നിട്ട് നേരെ തിരിച്ചായി. അവിടെ നിന്ന് അദ്ദേഹം മാറലോടുകൂടി ഈ മേഘത്തണൽ തെമ്മാടിന്റെ മേലെയായി. ഈ ചൂട് ശമിപ്പിക്കേണ്ട തണല് തെമ്മാടിക്ക് കിട്ടുകയാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു ആ കാര്യം എന്ന് പറഞ്ഞിട്ട് പഠിച്ചത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം, ഭക്തന് ഒരല്പനേരത്തേക്ക് അഹങ്കാരം വന്നുപോയി. അതായത് നമ്മളുടെ കഴിവ് കൊണ്ടാണ് നമ്മളിങ്ങനെ സോഫ്റ്റ് ആയത്, നമ്മുടെ കഴിവ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഒരു നിമിഷത്തേക്ക് ഭക്തന്മാർക്ക് എന്ത് വരാം? ഈ അഹങ്കാരമൊക്കെ വരാം. ഉടനെ തന്നെ പടച്ചവൻ ആ അദ്ദേഹത്തിന് കൊടുത്ത ഫളിലെടുത്ത് മാറ്റിയിട്ട് ആ തെമ്മാടിക്ക് തൽക്കാലം ചൂടിൽ നിന്ന് ശമനം കൊടുത്തിട്ട് പറയാണ്, അവനുണ്ടല്ലോ, അവൻ തെമ്മാടിയാണെങ്കിലും അവൻ തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും അവന് ഒരു വിശ്വാസമുണ്ട്. അതായത് നന്മ ഉള്ളവർക്ക് പടച്ചവൻ ഇങ്ങനെ ചില ഫളിലൊക്കെ കൊടുക്കുന്ന വിചാരിക്കുന്ന ഒരു നല്ല കരുതലും വിശ്വാസവും അവനുണ്ടായി. അതിന് അള്ളാഹു ആ പുണ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഈ നമ്മൾ ഇസ്ലാഹിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെയും പിടികൂടുന്ന ചില അഹങ്കാരങ്ങളുണ്ട്. നമ്മൾ തന്നെയാണല്ല, നമുക്ക് എഴുതി തന്ന സ്വർഗം വേറെ ആർക്കും ഇല്ല എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള നമ്മുടെ പെരുമാറ്റവും സംസാരമൊക്കെയും തന്നെ നമ്മളൊന്ന് ശാന്തമാക്കാൻ, കൽബിനെ തുടച്ച് വൃത്തിയാക്കുന്ന ലെവലിലേക്ക് നമ്മൾ പോയേ മതിയാകും. അപ്പോൾ ഈ രൂപത്തിൽ
ആകെ ചേഞ്ച് ആവാൻ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിൽ എന്ന് പറയുന്നത് വ്യക്തിക്കാണ് പ്രധാനം. കുടുംബത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അംഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ അഹ്ലിനെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും കാത്തുകൊള്ളണം. പക്ഷേ എൻ്റെ ഫാമിലി ഞാൻ നിരന്തരം അഡ്വൈസ് ചെയ്തിട്ടും നന്നാകുന്നില്ല എങ്കിൽ അവസാനം നീ ആരെ കാക്കണം? നീ നിന്നെ കാക്കണം അല്ലേ? പ്രവാചക ചരിത്രങ്ങൾ അല്ലേ, ഒന്നിച്ച് ജീവിച്ച, ഒന്നിച്ച് ദാമ്പത്യം പങ്കിട്ട മക്കളുണ്ടായ പ്രവാചകന്മാരുടെ ഭാര്യ ശരിയായില്ല, മക്കള് ശരിയായില്ല, ചരിത്രങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പ്രവാചകനെ സംരക്ഷിക്കുന്ന, നരകത്തിൽ നിന്ന് കാക്കുന്ന പണി നിർത്തിപ്പോയോ? ഇല്ല. അപ്പോൾ നമുക്ക് ബാധ്യതയുണ്ട് ഇസ്ലാഹ് കുടുംബത്തിൽ നടത്താൻ. നിരന്തരമായിട്ട് അതിൻ്റെതായ തന്ത്രത്തിലും അതിൻ്റെതായ മനഃശാസ്ത്ര രീതിയിലൊക്കെ കുടുംബത്തിൽ ഇസ്ലാഹ് നടത്താൻ വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. നമ്മുടെ ഇമേജ് നന്നാകണം. വലിയ ഉപദേശിക്കുന്ന ആൾ അതല്ല, അയാൾ ലൈഫ് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എല്ലാ മഹാന്മാരുടെയും ചരിത്രം എങ്ങനെയാണ് മഹാനായി മാറുന്നത് ആൾക്കാർ? അവർ പറയുന്നത്, ലോകത്തിനോട് പറയുന്നത് ജീവിച്ച് ജീവിതമാക്കി കാണിച്ചു കൊടുക്കുക. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഫസ്റ്റ് ഇതിൽ നിൽക്കുന്നു. അതിൻ്റെ താഴേക്ക് വരുന്ന മഹാന്മാരൊക്കെയും തന്നെ ലോകത്തോട് പറഞ്ഞത് അവർ ലൈഫിലേക്ക് പകർത്തുക. അല്ലെങ്കിൽ എന്താകും? അവരുടെ മഹത്വം നഷ്ടപ്പെടും. ആ മഹാന്മാരായിട്ട് ലോകത്തിന് അവരെ കാണിക്കാൻ കഴിയില്ല. കപടതയിലേക്ക് അവർ പോകും, അവർ തഴയപ്പെടും. അല്ലാതെ മഹത്വത്തിലേക്ക് പോയ ആൾക്കാരൊക്കെയും തന്നെ അവരുടെ ലൈഫിൽ ആ പറയുന്ന, ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ മഹാന്മാരുടെ എണ്ണം കുറയല്ലേ, പാണ്ഡിത്യമുള്ളവരുടെ എണ്ണം കുറയല്ലേ? എന്തുണ്ട്? പ്രസംഗകരുണ്ട്, വായിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് കുറയുന്നു? മഹാന്മാരുടെ എണ്ണം കുറയാണ്. അതുകൊണ്ട് ലൈഫിലേക്ക് എൻ്റെ ഉപ്പ ഒരു മഹാനാണ് എന്ന് കുട്ടി പറയട്ടെ, എൻ്റെ ഉമ്മ ഒരു മഹതിയാണെന്ന് കുട്ടി പറയട്ടെ. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മഹാൻ എൻ്റെ ഉപ്പയാണെന്ന് പറയട്ടെ. എന്താ? എൻ്റെ ഉപ്പ അതി ഉപദേശിക്കുകയും ചെയ്യില്ല, ജീവിച്ച് കാണിച്ചു തരും, ജീവിച്ച് കാണിച്ചു തരും. ഈ രൂപത്തിലുള്ള പാരൻസിൻ്റെ മക്കളാകുമ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പലതിലേക്കും പോയി ചാടുന്ന പ്രശ്നങ്ങൾ തുലം കുറയും, ഉറപ്പായിട്ട് കുറയും. കാരണം അവിടെയുള്ള ആ വീട്ടിലേക്ക് കയറി ചെന്നാലുള്ള ചർച്ച തന്നെ നാളെ എന്താ ഭക്ഷണം, നാളത്തെ പ്ലാൻ എന്താ, മറ്റൊന്നിങ്ങനെയുള്ള കുറേ ചർച്ചയല്ല. അതിനപ്പുറത്തേക്ക് കുറേ നല്ല ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല സംസാരം, നല്ല രീതി, നല്ല ഒതുക്കം, നല്ലൊരു ഇസ്സത്തുള്ള ഫാമിലി. എന്തുകൊണ്ട്? അത് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ലീഡേഴ്സില്ലേ, ആ ഉപ്പയും ഉമ്മയും, അവർക്ക് ആ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഈ ക്വാളിറ്റിയൊക്കെ കണ്ട് വളർന്ന മക്കൾക്ക് അത് സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമേ അല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള കുറേ വീടുകളിൽ നിന്ന്, ഇസ്ലാഹി കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് ആൾക്കാർ ഇറങ്ങിപ്പോകുമ്പോഴേ സമൂഹത്തിൽ അതിൻ്റെ പ്രകാശം ഉണ്ടാകും, ആ വെളിച്ചുണ്ടാകും എന്നുള്ളതാണ്. ആ രൂപത്തിൽ കുടുംബത്തിനെ നന്നാക്കി തീർക്കാൻ വേറെ എന്തെങ്കിലും സൂത്രപ്പണിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ നേടാൻ, ഈ സ്വർഗം നേടാനും നന്നാകാനും എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂളോ ഒരു സൂത്രപ്പണിയോ ഒരു മാജിക്കോ ഇല്ല. പച്ചയായി റിയലായി ഓരോ ദിവസവും ജീവിച്ച് 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 ഇവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അൽഹംദുലില്ലാ ആ പറഞ്ഞ പോലെയൊക്കെ ഏകദേശം ഒപ്പിച്ച് ഇങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റിയ എന്തോ എങ്ങനെ വബി റഹ്മത്തില്ല, പടച്ചവൻ്റെ കാരുണ്യം കൊണ്ട് അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. മക്കളൊന്നും അങ്ങനെ പറയിപ്പിക്കാത്ത നല്ല മക്കളായിട്ടുണ്ട്. ഏത് ഘട്ടത്തിൽ അവർ തൗഹീദ് മുറുകെ പിടിക്കുന്ന മക്കളായിട്ടുണ്ട്. മക്കളെ കൊണ്ട് പറയുമ്പോൾ തന്നെ 100 നാവാണ്, അഭിമാനമാണ്, സന്തോഷമാണ്. ഇങ്ങനൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ നാം ട്രൈ ചെയ്യുന്നത്. പിന്നെ ഈ ചുറ്റുമുള്ള ആ കാര്യത്തെപ്പറ്റി നമ്മളൊരുപാട് പേടിക്കുന്നുണ്ടാകും. അതായത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താ ചെയ്യുക, കുട്ടികളെ എങ്ങനെ പുറത്തു വിടുക, ഒരു പേടിയും വേണ്ട. പ്രാർത്ഥിക്കുക, ഇപ്പറഞ്ഞതുപോലെ നല്ല ഇമേജ് തീർക്കുക, നല്ല മാതൃകയാവുക. മക്കൾക്ക് വേണ്ടടുത്ത് വേണ്ടപ്പോൾ മാത്രം ഉപദേശം കൊടുത്താൽ തീർച്ചയായും പോയ എല്ലാ ആൾക്കാരും പിഴച്ചിട്ടല്ലല്ലോ വരുന്നത്. ഒരുപാട് നല്ല മക്കൾ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോവാണ്. അപ്പോൾ മാതൃക തീർക്കേണ്ടത് നാമാണ് എന്നും, ഏതെങ്കിലും ഒരാൾ വെച്ച് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഒന്ന് വന്നിട്ട് നിങ്ങൾ ഉപദേശിച്ചെന്നല്ല. ഈ ഉപദേശിക്കാൻ ഏറ്റവും ബാധ്യതയുള്ള ആരാ? ഈ ഉപ്പാക്ക് വലിയ അറിവോ എന്തെങ്കിലും കഴിവൊന്നും വേണ്ട. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ആ കുട്ടിയോട് ഏറ്റവും ഇൻറ്റിമസി ഉള്ളത് ആരാണ്? ആ വീട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആരെയോ കൊണ്ടുവന്ന് വലിയ പ്രശ്നമുണ്ട് എന്നാൽ പിന്നെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ കൗൺസിലിങ് എന്നൊന്നും പറയില്ലായിരിക്കും. അതിനെ
എന്തോ എൻ്റെ മോനോട് ഞാൻ കുറച്ച് സംസാരിച്ചു, അപ്പോൾ പിന്നെ ഓന് കുറച്ച് അടങ്ങി എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ മക്കളോട് സംസാരിക്കാൻ നാം ആദ്യം മുൻകൈ എടുക്കണം. എന്തോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നാം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു താല്പര്യം എടുക്കണം. അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. സമയം ഏകദേശമായിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും നമ്മൾ നമുക്കുള്ള ബാധ്യത, സമൂഹത്തിൽ നമുക്കുള്ള ബാധ്യത പറഞ്ഞു പോവുക എന്നുള്ളതാണ്. പറഞ്ഞു പോവാം, ഷാഢ്യമില്ല, നിർബന്ധം ചെലുത്തലില്ല. നമ്മളിപ്പോൾ ചില ആൾക്കാർ അനാവശ്യമായ വാശിയാണ്, അതായത് നിർബന്ധം ചെലുത്തി ഫോഴ്സ് ചെയ്ത് അയാളുടെ മുന്നിൽ പെടാൻ പറ്റൂല എന്ന് ചിന്തിക്കും ചില ആൾക്കാർ. ഇപ്പോൾ തുടങ്ങുവേ ഉപദേശം, ഇപ്പോൾ തുടങ്ങും വഴക്ക്, ഇപ്പോൾ പറ്റൂല. അങ്ങനെ ഒരു ഭീകര ജീവിയായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ പറയേണ്ടത് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുത്തലിൻ്റെ രീതി എന്ന് പറയുന്നത്, അതിലൊരാളോട് ഒരു കാര്യം പറയാനുണ്ടാകും, പക്ഷെ അയാളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അയാൾക്ക് ഒരു മനസ്സിന് വിഷമാവും. അപ്പോൾ ഒരു പൊതു സദസ്സിൽ വെച്ചിട്ട് ഒന്നിച്ച് ഒരു സംസാരിക്കുമ്പോൾ അയാൾക്കും അത് കൊണ്ടാൽ മതി. ചില രീതി അങ്ങനെയായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഉപദേശിക്കും, പറയും, ഇതുപോലെ ഇസ്ലാഹി സംഘമൊക്കെ നടത്തണം. പക്ഷേ എന്താവണം, നന്നായേ പറ്റൂ എന്ന് വാശി പാടില്ല. ഈ വാശി പഠിച്ചോനില്ല. നമ്മൾക്കാണ് കുറേ വാശി, വേണ്ടാത്ത വാശി, ഫോഴ്സ് ചെയ്യൽ, ഇടങ്ങേറാക്കൽ, പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ എൻ്റെ പറയാന്നുള്ള ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ എൻ്റെ ലൈഫിൽ അത് പകർത്തും വേണം. ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ പകർത്തണം. ഇനി കേട്ടവനല്ലേ, കേട്ടവന് സ്വാതന്ത്ര്യമുണ്ട്, കേട്ടവന് ബുദ്ധിയുണ്ട്, പോരെ. ബുദ്ധിയും സ്വാതന്ത്ര്യം പഠിച്ചോന് അവനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു ചേഞ്ച് വന്നോളും. അല്ലാതെ ആൾക്കാരെ വല്ലാതെ നന്നാക്കി കളയാമെന്ന് നിനക്ക് തോന്നിപ്പോകണ്ട എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. പറയേണ്ടടുത്ത് പറയുകയൊക്കെ ചെയ്യാം. പക്ഷേയോ ഈ വല്ലാതെ നിർബന്ധം ചെലുത്തുന്ന ഒരു രീതിയില്ലാതെ എല്ലാവർക്കും ഇഷ്ടം എന്താണ്, നമ്മോടും തന്നെ ഒരാൾ ഏത് സമയം ഒരു കാര്യം, ഞാൻ നിന്നോട് അക്കാര്യം അങ്ങനെ പറഞ്ഞില്ലേ 100 പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടാവില്ല. നമുക്ക് എന്തായിരിക്കും ഒരു പക്ഷേ അതേ കാര്യം തന്നെ ഒരാൾ ഒരിക്കൽ പറഞ്ഞാൽ നേടുന്നുണ്ടാകും. അയാൾ എന്നോട് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറയാം, ഞാൻ നിന്നോട് 100 പ്രാവശ്യം കാര്യം പറഞ്ഞു, നീ ചെയ്തില്ലല്ലോ. അയാൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ എന്തുകൊണ്ടാ, ആ ശൈലി, ആ രീതി ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ചിലരോട് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയാകും, ചിലത് 100 പ്രാവശ്യം പറഞ്ഞാലും ചേഞ്ച് ആവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലേണ്ടത് മനുഷ്യൻ്റെ കാതുകളിലേക്കല്ല, കണ്ണുകളിലേക്കല്ല, കൽബുകളിലേക്കാണ്. കൽബിലേക്ക് കടന്നു ചെല്ലേണ്ട ഒരു മാസ്മരികത നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും സ്വഭാവത്തിലൊക്കെയും വേണം. അത് കപടതയല്ല, അത് കാപട്യമായിട്ടല്ല. എന്നാൽ പിന്നെ ഞാനിങ്ങനെ എൻ്റെ ശരിയായ സ്വഭാവം ഞാൻ എടുക്കുന്നില്ല, ഇങ്ങനെ ഒന്ന് ഇതായിട്ട് പറയാം, അതല്ല. നമ്മുടെ ശരിയായ സ്വഭാവം തന്നെ എന്തായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ ഒരു വശ്യത ഉണ്ടായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നുള്ളതാണ്. ഇതാണ് പലപ്പോഴും നമുക്ക് പ്രബോധനം ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നതും പ്രബോധിത സമൂഹം പലപ്പോഴും അകന്നു പോകാൻ ഒരു കാരണം ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത്തരം പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിയണം. അത് ലൈഫിലേക്ക് എടുക്കാൻ കഴിയും. ചരിത്രം പറഞ്ഞ് അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് പോലും, ഇങ്ങനെ 100,000 ചരിത്രം നേരത്തെ പറഞ്ഞ പോലെ പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പഴയത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂൽ ചരിത്രത്തിലൊന്നും നമുക്ക് പുതുതൊന്നും കൊണ്ടുവരാനില്ല. പ്രവാചക ചരിത്രങ്ങളെല്ലാം ചരിത്രങ്ങളാണല്ലോ, അതുപോലെ അവതരിപ്പിക്കൽ മാത്രമാണ്. പക്ഷേ ഇത് നമ്മുടെ വേണ്ടതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളിപ്പോൾ പഠന രീതി, പാഠ്യപദ്ധതി രീതിയൊക്കെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുന്നത് പോലെ നമ്മുടെ ദഅവത്ത് രംഗങ്ങളിൽ അതിൻ്റെ മൂല്യം ചോർന്നു പോകാതെ, അന്തസത്ത ചോർന്നു പോകാതെ, കാതൽ നഷ്ടപ്പെടാതെ, വശീകരിക്കുന്ന ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയും കൂടി കൊണ്ടുവന്നാൽ അതിൻ്റെ ശരിക്കുള്ള കഴമ്പ് നഷ്ടപ്പെടാതെ ജനങ്ങളിലേക്ക് എക്കാലത്തേക്കും നമുക്കിത് നിലനിർത്താൻ പറ്റും. അത് പടച്ചോ നിലനിർത്തും, നമ്മൾ ട്രൈ ചെയ്താൽ മതി. തീർച്ചയായും ഞാനും നിങ്ങളും ഒക്കെയും തന്നെ ഒരു നല്ല കാര്യത്തിൻ്റെ നിയോഗം കിട്ടി. നമുക്കറിയില്ല നമ്മുടെ ലൈഫ് പിന്നെ നമ്മളിങ്ങനെയൊക്കെയാണ് ആയി മാറുക ആർക്കും അറിയില്ല. അപ്പോൾ ഞാനും നിങ്ങളെല്ലാം തന്നെ ഒരല്പം വെളിച്ചം കത്തിച്ചു വെക്കാൻ പടച്ചോ നിയോഗം തന്ന ആൾക്കാരാണ്. ഇരുട്ടിനെതിരെ ഒരു ചെറിയ തിരി കത്തിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തർ പോകാൻ. ചിലപ്പോൾ നിങ്ങൾ പ്രസംഗം കൊണ്ടും ക്ലാസ് കൊണ്ടുമായിരിക്കാം, കർമ്മങ്ങൾ കൊണ്ടായിരിക്കാം,
അല്ലെങ്കിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും ഒരു തിരിനാളം ഇരുട്ടിനെതിരിൽ ഏത് കാലത്തും കത്തിച്ചു വെക്കാൻ നമുക്കാവണം. ഓരോ കാലത്തും അതിൻ്റെതായ ഇസ്ലാഹ് ഉണ്ട്. കാലം തേടുന്ന ഇസ്ലാഹ് ലോകം തുടങ്ങിയത് മുതൽ അവസാനം വരേക്കുണ്ട്. അതിന് അള്ളാഹു ആൾക്കാരെ നിയോഗിച്ചു കൊണ്ടേയിരിക്കും. ഞാനല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ പിന്നെ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. ഏതായാലും ജീവിതം നന്നാക്കാൻ, സ്വഭാവം നന്നാക്കാൻ, നമ്മുടെ പെരുമാറ്റവും വിശ്വാസങ്ങളെല്ലാം നന്നാക്കാൻ, വികലമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ നാം ഒരുപാട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ അവൻ ചൊരിയട്ടെ. നല്ല സുരക്ഷിതമായ നല്ല ഹൃദയത്തോടു കൂടി, ചത്ത ഹൃദയമല്ല, രോഗം ബാധിച്ച ഹൃദയവുമല്ല, നല്ല ആക്റ്റീവായ എനർജറ്റിക് ആയിട്ടുള്ള ഹൃദയത്തോടു കൂടി ജീവിച്ചു പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിലെ നന്മയുടെ ഒരു പ്രസരിപ്പ്, ഉന്മേഷം ഉണ്ടാവാൻ നമ്മുടെ മക്കളൊക്കെ നേരത്തിനും കാലത്തിനും എഴുന്നേൽക്കുക. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. എല്ലാവരും നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള ഈ രൂപത്തിലൊക്കെ എഴുന്നേൽക്കാൻ എന്താ ചെയ്യേണ്ടത്? വീടിനൊരു ഇസ്സത്തുണ്ട്, അത് പണ്ടത്തെ പോലെ ഉണ്ടാവുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ അത് ചിന്തിച്ച് പഠിച്ച് ഒക്കെ എടുക്കണം. നമ്മൾ എപ്പോഴും ആൾക്കാർ അറിവുള്ളവരെ പോയി തേടിയും ക്ലാസ് കേൾക്കൽ മാത്രമല്ല, ഇത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കഴിയണം. അത് പഠിച്ചെടുത്തിട്ട് എങ്ങനെ ഇവിടെ എൻ്റെ വീട് നന്നാക്കാൻ അപ്ലൈ ചെയ്യേണ്ടത്, വീടിൻ്റെ വരുമാനവും വീടിൻ്റെ ഫുഡും വീടിൻ്റെ വൃത്തിയാക്കലും എല്ലാം നിങ്ങൾ ഒരു ശരിക്കുള്ള എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയ പ്ലാനൊക്കെ തയ്യാറാക്കുന്നില്ലേ? വീട് നന്നാക്കാനുള്ളൊരു പ്ലാനും നിങ്ങളിരുന്ന് ഭാര്യാഭർത്താക്കന്മാരും മുതിർന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ട് എങ്ങനെയാണ് എന്ന് ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ അറിവ് ആദ്യത്തെ അപ്ലൈ ചെയ്യുന്ന ഇടം നിങ്ങളുടെ വീടാവട്ടെ. അങ്ങനെ സുന്ദരമായ ഒരു വീടിന് ഉടമകളാകാൻ, ദുനിയാവിൽ നല്ല സ്വസ്ഥമായ വീടിൻ്റെ ഒരു റാഹത്തുണ്ടാവാൻ, മരണപ്പെട്ട് ആ ഖബറെന്ന റാഹത്തുള്ള കേന്ദ്രവും കിട്ടാൻ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.